അപ്പോൾ വിൻ്റർ സീസൺ തുടങ്ങിയ പിന്നെ ക്യാരറ്റ് ഹൽവ ഇല്ലാതെ കുറേ ദിവസമായി ക്യാരറ്റ് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം മടി കാരണം അങ്ങനെ തന്നെ ഇറക്കിയാണ് ഞാൻ ഇന്ന് വിചാരിച്ചിരുന്നത് ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കിക്കായിരുന്നു. അപ്പോൾ ക്യാരറ്റ് കണ്ടില്ലേ കുറച്ച് സൈഡൊക്കെ ഉണങ്ങിപ്പോയി, ഒരു 2 ആഴ്ചയോളമായി ഫ്രിഡ്ജിൽ. അപ്പോൾ ഇത് നന്നായി കഴുകിയിട്ട് പീൽ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ക്യാരറ്റൊക്കെ കഴുകി നന്നായി പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഇതേപോലത്തെ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ബട്ടർ ഗ്രേറ്റ് ചെയ്യുന്ന ആ ചെറിയ ഗ്രേറ്റർ ആയാലും മതി. അപ്പോൾ ഇതിൻ്റെ ആ ചെറിയ ഹോളില്ല, അതിൽ വെച്ച് നമുക്കിത് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യാനുള്ള മടിയാണ് എല്ലാവർക്കും. അപ്പോൾ ഇതിലായി കൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കാര്യങ്ങൾ. അപ്പോൾ ക്യാരറ്റെല്ലാം ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാലിയാവും, പക്ഷേ ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്കിതൊന്ന് വഴറ്റിയിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുന്നത്. ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്കിത് വെച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലധികം വെള്ളമില്ല. ചിലത് പുതിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ കുറേ അധികം വെള്ളം ഇതിൽ നിന്ന് റിലീസാവും. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഒരു 1.5 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ച് ഇനി നന്നായി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാലൊന്ന് നന്നായി ഡ്രൈ ആക്കി എടുക്കണം. ആവയുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലൊക്കെ വറ്റി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്കൊന്നും അളവൊന്നുമില്ല കേട്ടോ, നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു 30 മിനിറ്റോളം ഇത് സമയമെടുക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വഴറ്റി നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായി ഇതിലുള്ള പാലിൻ്റെ അംശമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഉണ്ട് അടിയിൽ, അതും കൂടി ഒന്ന് വറ്റി വരട്ടെ. കുറച്ച് സമയം കൂടി മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഞാനിവിടെ ഒരു 5-6 ഏലക്കായ എടുത്തിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി അത് മൂടി വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ. കണ്ടില്ലേ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് അളവ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ല. ഈ ഒരു പരുവത്തിലായി കിട്ടണം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഹൽവ. ഇനി ലാസ്റ്റ് നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഫുൾ ടേസ്റ്റാണ്. അപ്പോൾ ഹെൽത്തിയുമാണ്. ക്യാരറ്റിൽ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ടല്ലോ. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല അടിപൊളി ഫ്ലേവറാണ്. നിമിഷങ്ങൾക്കകം പ്ലേറ്റ് കാലിയാവും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് പിസ്ത ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം, ഭംഗിക്ക് വേണ്ടി. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.